നമസ്കാരം. പുതിയൊരു വാർത്താ പ്രഭാതത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 25 ബുധനാഴ്ച, മീനം 11. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഒരുപാട് വാർത്തകൾ പ്രതീക്ഷിക്കുന്ന ദിവസമാണിന്ന്. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുമ്പോൾ ആദ്യം പശ്ചിമേഷ്യയിലെ സംഘർഷ വാർത്ത തന്നെയാണ്. ആണവായുധം നിർമ്മിക്കില്ലെന്ന് ഇറാൻ ഉറപ്പു നൽകിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എണ്ണ, പ്രകൃതിവാതകവുമായി ബന്ധപ്പെട്ട പ്രസക്തമായ സമ്മാനം തനിക്ക് ലഭിച്ചു. യുദ്ധം വിജയിച്ചെന്നും ഇറാനുമായി സമാധാന കരാർ ഒപ്പിടാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ഭരണമാറ്റത്തിനുള്ള സാഹചര്യമാണുള്ളതെന്നും ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി 15-ന് സമാധാന പദ്ധതി ട്രംപ് മുന്നോട്ട് വെച്ചു. മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് ചേരുന്നുണ്ട്. മധു, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ ചർച്ചകളിലേക്ക് കടക്കുന്നുവെന്ന പ്രതികരണം ട്രംപിന്റെ ഭാഗത്തു നിന്ന് വന്നതാണ്. പക്ഷേ ആരുമായാണ് ചർച്ചകൾ എന്നത് വ്യക്തമാക്കിയിരുന്നില്ല. ഏത് അധികാര കേന്ദ്രവുമായാണ്, ഇറാനിലെ ഏത് നേതാവുമായാണ് അല്ലെങ്കിൽ ആരുമായാണ് ചർച്ച നടത്തുന്നതെന്ന് ഇതുവരെയും പുറത്തുവിട്ടിട്ടുമില്ല. പക്ഷേ ഇപ്പോൾ പ്രധാനപ്പെട്ട ചില ഉറപ്പുകൾ അല്ലെങ്കിൽ ചില സമ്മാനം ലഭിച്ചു എന്നൊക്കെയുള്ള പ്രതികരണം വരുമ്പോൾ, പുതിയ നേതൃത്വം ചർച്ചകൾക്ക് തയ്യാറാണെന്ന് വരുമ്പോൾ, IRGCയുടെ പ്രധാനപ്പെട്ട ആളുകളുമായി അമേരിക്കയ്ക്ക് ഏതെങ്കിലും ചർച്ചയ്ക്ക് സാധ്യത തെളിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ അത്തരം ഒരു ചർച്ച നടന്നിട്ടുണ്ടെന്നാണോ മനസ്സിലാക്കേണ്ടത്? ഗുഡ് മോർണിംഗ് ഗോകുൽ, ദിൽന. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു മാധ്യമപ്രവർത്തകരുമായിട്ട് ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ ശരീരഭാഷ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു. അദ്ദേഹത്തിന് അമൂല്യമായ ഒരു സമ്മാനം ലഭിച്ചു എന്നാണ് പറഞ്ഞത്. പക്ഷെ അത് ഏത് സമ്മാനം, ഹോർമോസ് കടലെടുക്കുമായി ബന്ധപ്പെട്ടുള്ളതാണോ അതോ ഇനിയും ആണവായുധങ്ങൾ ഇറാന്റെ കൈവശം ഉണ്ടായത് അവര് തരാമെന്ന് പറഞ്ഞതാണോ എന്ന് മാധ്യമപ്രവർത്തകർ എടുത്തു ചോദിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞു അത്തരത്തിലുള്ളതല്ല, പ്രകൃതിവാതകവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. പക്ഷെ കൂടുതൽ വെളിവാക്കുവാൻ അദ്ദേഹം തയ്യാറായതുമില്ല. താൻ ആരെയും വിശ്വസിക്കുന്നില്ലെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അതുമാത്രമല്ല, ആരെയാണ് അങ്ങോട്ട് അയക്കുന്നത് ചർച്ചകൾക്കായിട്ടെന്ന് പറയുമ്പോൾ JD വാൻസ് ആണോ എന്ന് ചോദിച്ചപ്പോൾ JD വാൻസ് മാത്രമല്ല, മാർക്കോ റൂബിയോ ഉൾപ്പെടെയുള്ളവർ എല്ലാം ഈ സംഘത്തിലുണ്ടെന്ന് പറയുകയും ചെയ്തു. ഈ ആണവായുധങ്ങൾ ഉപേക്ഷിക്കുവാൻ ഇറാൻ തത്വത്തിൽ സമ്മതിച്ചതായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് അവകാശപ്പെട്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഒരു 15-ന് സമാധാന കരാറാണ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. അതിലെ പ്രധാനപ്പെട്ട നിബന്ധന ഇതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായിട്ടുള്ള ചർച്ചകൾക്ക് അമേരിക്ക 15-ന് കരാറുകൾ മുന്നോട്ട് വെച്ചതായിട്ട് റോയിട്ടേഴ്സ് ഉൾപ്പെടെ, ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ ന്യൂസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ വളരെ കടുത്ത നിബന്ധനകളാണ് ഈ പ്രമേയത്തിലുള്ളത്. ഇറാൻ തങ്ങളുടെ ആണവശേഷി പൂർണ്ണമായിട്ടും ഡിസ്മാൻഡിൽ ചെയ്യണം. അതുമാത്രമല്ല, ഒരിക്കലും ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്ന് ഉറപ്പ് നൽകണം. ഇത് കൂടാതെ യുറേനിയം എൻറിച്ച്മെന്റ് പാടില്ല, ഇപ്പോഴുള്ളത് അന്താരാഷ്ട്ര ഏജൻസിക്ക് കൈമാറണം. നിലവിലെ ആണവ കേന്ദ്രങ്ങൾ, അതായത് നദാൻസ്, ഫോർദോ മുതലായ ആണവ കേന്ദ്രങ്ങളെല്ലാം അടച്ചുപൂട്ടണം. ഇത് കൂടാതെ അന്താരാഷ്ട്ര ഏജൻസിക്ക് എപ്പോൾ വേണമെങ്കിലും പരിശോധനയ്ക്ക് അനുമതി നൽകണം. പശ്ചിമേഷ്യയിലെ ഹിസ്ബുള്ള, ഹൂത്തി പോലുള്ള ഗ്രൂപ്പുകൾക്കുള്ള സഹായം അവസാനിപ്പിക്കണം. ഹോർമൂസ് കടലെടുക്കിലുള്ള ഗതാഗതം അത് പൂർണ്ണമായിട്ടും സ്വതന്ത്രമായിരിക്കണം. ഇറാന് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിക്കാൻ പറ്റില്ല, പ്രതിരോധ കാര്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. ഇങ്ങനെയുള്ള കടുത്ത നിബന്ധനകളാണ് വന്നിരിക്കുന്നത്. ഇതിന് പകരം ഇറാന് അവരുടെ സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കം ചെയ്യാനും അതുപോലെ സിവിലിയൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ന്യൂക്ലിയർ പദ്ധതികൾക്ക് അമേരിക്കയുടെ പങ്കാളിത്തത്തോടുകൂടിയുള്ള സഹായം നൽകാമെന്നുള്ള വാഗ്ദാനങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അതേസമയം ഈ അമേരിക്കയും ഇറാനും തമ്മിൽ പാകിസ്ഥാൻ നടക്കാനിരിക്കുന്ന നിർണായക സമാധാന ചർച്ചകളിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ആയിരിക്കും അമേരിക്കയെ പ്രതിനിധീകരിച്ചെത്തുന്നെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഇറാനിലെ ഈ മുൻകാല ചർച്ചകൾ നമുക്കറിയാം, ജാവേദ് കുഷ്ണറും അതുപോലെ സ്റ്റീവ് വിറ്റ്കോഫും ആയിരുന്നു. അവരിൽ വിശ്വാസമില്ലെന്നും അതുമാത്രമല്ല, വാൻസ് ചർച്ചയുടെ ഭാഗമാകണമെന്ന് ഒരു ബാക്ക്ഡോർ ഡിസ്കഷനിൽ ഇറാൻ ആവശ്യപ്പെട്ടുവെന്നും ഈ നയതന്ത്ര കോറിഡോറിൽ നിന്ന് ലഭിക്കുന്ന വാർത്തകൾ ആ രീതിയിലാണ് പോകുന്നത്. മറ്റവർ അവരെ, ഈ സ്റ്റീവ് വിറ്റ്കോഫും ജാവേദ് കുഷ്ണറും ഒക്കെ അവരെ വഞ്ചിച്ചു എന്നാണ് ഇറാൻ വിശ്വസിക്കുന്നത്. അതേസമയം ഇറാന്റെ ഈ അവരുടെ ഇനിയിപ്പോൾ പ്രവർത്തിക്കുന്ന ഒരു ആണവ നിലയമാണ് ഉള്ളത്, ബുഷഹർ. അതിന് നേരെ വീണ്ടും ചൊവ്വാഴ്ച ആക്രമണം ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇറാന്റെ അറ്റോമിക് എനർജി ഓർഗനൈസേഷൻ തന്നെയാണ് ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആണവ നിലയത്തിന്റെ പ്രവർത്തനത്തെയോ അല്ലെങ്കിൽ അതിന്റെ ഇൻഫ്രാസ്ട്രക്ചറിനെ ഒന്നും ബാധിച്ചിട്ടില്ല, ആളപായം ഒന്നുമില്ലെന്നും ഇറാൻ പറയുന്നു.
പറയുന്നു. പക്ഷേ ഇത് തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ ആക്രമണമാണ്. മാർച്ച് 17-നായിരുന്നു ഇതിനു മുമ്പ് ഇസ്രായേൽ ഈ ആണവ നിലയത്തെ ആക്രമിച്ചത്. അന്താരാഷ്ട്ര ഏജൻസി അവരുടെ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. റഫേൽ ഗ്രോസി പറയുന്നത് ഇത്തരം നീക്കങ്ങളിൽ നിന്ന് പിന്മാറണമെന്നാണ്. അത് ഇപ്പോൾ ഈ ഫ്രഞ്ച് പ്രസിഡന്റിന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. ഒരു ഗുഡ് ഫെയ്ത്ത് ഡിസ്കഷൻ ആയിരിക്കണം പാകിസ്ഥാനിൽ വെച്ച് നടക്കുന്ന ചർച്ചകൾ ഉണ്ടാകേണ്ടതെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിനുമായിട്ട് നടത്തിയ ഫോൺ സംഭാഷണത്തിൽ മാക്രോൺ ആവശ്യപ്പെട്ടു. ഗോകുൽ ദിൽന. മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയത്. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്നായാലും ട്രംപിന്റെ പ്രതികരണം വീണ്ടും വരികയാണ്. സമാധാനത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒരു കരാറിലേക്കൊക്കെ വരുന്നത് മുമ്പ് പറഞ്ഞതാണ്. ആരുമായാണ് ചർച്ചകളെന്ന് ഇപ്പോഴും വ്യക്തമാക്കുന്നില്ല. പക്ഷേ IRGCയുടെ തലപ്പത്തേക്ക് അല്ലെങ്കിൽ പുതിയ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയൊക്കെ മാറ്റം വരുമ്പോൾ അതൊരു പക്ഷേ IRGCയുടെ പുതിയ നേതൃത്വമായിരിക്കാം എന്നൊരു അനുമാനത്തിലേക്കാണ് പോകുന്നത്. ഏതായാലും സമാധാനം ഉണ്ടാവട്ടെ. ഭരണകൂട മാറ്റം ഉണ്ടായി ഇപ്പോൾ തന്നെ എന്ന് ട്രംപ് പറയുമ്പോൾ അത് യുദ്ധം അവസാനിപ്പിക്കുന്നതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നതെന്ന പ്രതീക്ഷയാണ് വരുന്നത്. അപ്പോഴും എന്താണ് ശരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് വരും ദിവസങ്ങൾ നേരിട്ട് തന്നെ കാണേണ്ടി വരും. അതെ, അപ്പോഴും ഒരു വശത്ത് ആക്രമണം തുടരുകയാണ്. സൗദിക്ക് നേരെ വീണ്ടും ഇറാന്റെ ആക്രമണ ശ്രമം ഉണ്ടായിരിക്കുന്നു. കിഴക്കൻ മേഖല ലക്ഷ്യമിട്ടെത്തിയ 5 ഡ്രോണുകൾ തകർത്തതായി പ്രതിരോധ മന്ത്രാലയം. ബഹ്റൈനിലും കുവൈറ്റിലും ഇറാന്റെ ആക്രമണം ഉണ്ടായി. കുവൈത്ത് വിമാനത്താവളത്തിൽ എണ്ണ ടാങ്കർ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ജലീൽ കണ്ണമംഗലം ജിദ്ദയിൽ നിന്നൊപ്പം മുഹമ്മദ് റഹീസ് ദുബായിൽ നിന്ന് ചേരുകയാണ്. ആദ്യം ജലീലിലേക്കാണ്. ജലീൽ, ഗുഡ് മോർണിംഗ്. എന്താണ് ഇന്ന് സൗദിയിലെ അവസ്ഥ? ഇന്നും ഡ്രോൺ ആക്രമണം തുടരുന്നു എന്നല്ലേ മനസ്സിലാകുന്നത്? ഗോകുൽ, സമാധാന ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ തുടരുകയാണ്. സൗദിക്ക് നേരെ കഴിഞ്ഞ രാത്രിയിലും ഡ്രോൺ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. സൗദി പ്രതിരോധ മന്ത്രാലയം അല്പം മുമ്പ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം 5 ഡ്രോണുകളാണ് രാത്രിയിൽ സൗദിക്ക് നേരെ വന്നത്. കിഴക്കൻ പ്രവിശ്യക്ക് നേരെ വന്ന ഈ ഡ്രോണുകൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ തകർത്തു. കഴിഞ്ഞ ദിവസങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ പുതിയ ആക്രമണങ്ങളുടെ എണ്ണം കുറഞ്ഞിരിക്കുകയാണ്. കിഴക്കൻ പ്രവിശ്യ ലക്ഷ്യമാക്കിയാണ് ഈ ദിവസങ്ങളിൽ ഒക്കെ കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷം ഇന്നലെ മാത്രം സൗദിക്ക് നേരെ 45ഓളം ഡ്രോൺ ആക്രമണ ശ്രമങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇന്നലെ പകൽ എല്ലാം കിഴക്കൻ പ്രവിശ്യക്ക് നേരെ തന്നെയായിരുന്നു. അമേരിക്കൻ താവളങ്ങൾക്ക് പുറമെ സൗദിയുടെ പ്രധാന എണ്ണ പ്ലാന്റുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്നതാണ് കിഴക്കൻ പ്രവിശ്യയുടെ പ്രത്യേകത. ഇതാണ് കിഴക്കൻ മേഖലയെ കൂടുതൽ ലക്ഷ്യം വെക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. അതേസമയം നയതന്ത്ര നീക്കങ്ങൾ സൗദിയിൽ സജീവമാണ്. ഇറാൻ അമേരിക്ക ചർച്ചകൾക്ക് മധ്യസ്ഥം വഹിക്കുന്ന ഈജിപ്ത്, തുർക്കി, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ ഭരണാധികാരികളോ അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികളോ കഴിഞ്ഞ ദിവസങ്ങളിൽ സൗദി സന്ദർശിച്ചിരുന്നു. ഇതിനു പുറമെ ഒമാൻ സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന് കഴിഞ്ഞ ദിവസം ഒരു പ്രത്യേക കത്ത് അയച്ചിരുന്നു. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് പ്രധാനമായും കത്തിൽ പറയുന്നത് എന്നാണ് വിദേശകാര്യ മന്ത്രാലയം പറയുന്നത്. സൗദി പ്രതിരോധ മന്ത്രി ഖാലിദ് ബിൻ സൽമാൻ രാജകുമാരൻ ഫ്രഞ്ച് സായുധ സേനാ മന്ത്രി കാദ്രിൻ ബോട്ടിനുമായി റിയാദിൽ കഴിഞ്ഞ ദിവസം രാത്രി കൂടിക്കാഴ്ച നടത്തി. സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരൻ സൈപ്രസ് വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇതിനു പുറമെ ഉസ്ബെക്കിസ്ഥാൻ വിദേശകാര്യമന്ത്രിയുമായും സൗദി വിദേശകാര്യമന്ത്രി സംസാരിച്ചു. മറ്റൊരു പ്രധാന അപ്ഡേറ്റ് ഉള്ളത് അമേരിക്കൻ ആയുധങ്ങൾ 3ാം കക്ഷി വഴിയും സൗദിക്ക് കൈമാറാൻ അമേരിക്ക അനുമതി നൽകിയിരിക്കുന്നു എന്നതാണ്. അതായത് പുതിയ ആയുധങ്ങൾ അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നത്, അമേരിക്കയിൽ നിർമ്മിക്കുന്നത് വരെ കാത്തു നിൽക്കാതെ, ആയുധങ്ങൾ അമേരിക്കയിൽ നിർമ്മിക്കുന്നതുവരെ കാത്തു നിൽക്കാതെ സഖ്യരാജ്യങ്ങളുടെ സ്റ്റോക്കിൽ നിന്ന് നേരിട്ട് സൗദിക്ക് വാങ്ങാനുള്ള അനുമതിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ആയുധങ്ങൾക്കായുള്ള കാത്തിരിപ്പ് സൗദിക്ക് ഒഴിവാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ സൗദിയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഇതിലൂടെ സാധിക്കും. അയൽ രാജ്യങ്ങളിലെ വിമാനങ്ങൾ സൗദി കേന്ദ്രീകരിച്ച് സർവീസ് നടത്തുന്നത് തുടരുകയാണ്. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ അയൽ രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങൾ വഴിയുള്ള ചരക്ക് നീക്കവും യാത്രവും ഒക്കെ പ്രതിസന്ധിയിലായതുകൊണ്ടാണ് ഈ ഒരു നീക്കം നടക്കുന്നത്. കുവൈത്തിലെ ജസീറ എയർവേസ് വഴി ഇന്ത്യയിൽ നിന്നുള്ള കാർഗോ ഇന്നലെ സൗദിയിലെത്തി. അതായത് ചെന്നൈയിൽ നിന്നുള്ള 4.5 ടൺ പഴം പച്ചക്കറികളാണ് സൗദിയിലെ കൈസുമ എയർപോർട്ടിലെത്തിയത്. ഇവിടെ നിന്ന് റോഡ് മാർഗം കാർഗോ ഈ കുവൈത്തിലേക്ക് പോയി. അതോടൊപ്പം തന്നെ യാത്രാ വിമാനങ്ങളും ഇങ്ങനെ സർവീസ് നടത്തുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കുവൈത്ത് എയർവേസ് ഈ വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് സൗദിയിലേക്കുള്ള ട്രാൻസിറ്റ് വിസ ലഭ്യമാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സൗദിയിലെ ദമാം വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്നവർക്കാണ് ഈ സൗകര്യം ലഭിക്കുക. കുവൈത്ത് എയർവേസ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ സൗദി ട്രാൻസിറ്റ് വിസയ്ക്കും അപേക്ഷിക്കാനുള്ള അവസരമാണ് നൽകിയിരിക്കുന്നത്. അതേസമയം ഈ ഹോർമുസ് കടലെടുക്കുക എന്നതിന് പകരം ചെങ്കടൽ പാത എന്നൊരു ബദൽ മാർഗം സജീവമാക്കിയിരിക്കുകയാണ് സൗദി. ഗൾഫ് രാജ്യങ്ങളുടെ ചരക്ക് നീക്കത്തിന് ജിദ്ദ, യാംബു തുറമുഖങ്ങൾ
തുറന്നു കൊടുക്കുകയാണ് സൗദി ഇതിലൂടെ ചെയ്യുന്നത്. സൗദിയുടെ എണ്ണ കയറ്റുമതി തടസ്സപ്പെടാതിരിക്കാൻ ഈ പാത ഏറെ പ്രയോജനപ്പെടും. കിഴക്കൻ മേഖലയിൽ നിന്ന് എണ്ണ സൗദിയുടെ പടിഞ്ഞാറൻ മേഖലയിലെ ഈ യാംബു തുറമുഖത്ത് എത്തിക്കാൻ ഈസ്റ്റ് വെസ്റ്റ് പൈപ്പ് ലൈൻ തയ്യാറാക്കിയിട്ടുണ്ട്. 1200 കിലോമീറ്റർ ദൂരമുള്ള ഈ പൈപ്പ് ലൈൻ സജീവമാക്കിയാണ് ഈ നീക്കം നടക്കുന്നത്. ഈ പ്രതിദിനം 4 ദശലക്ഷം ബാരൽ എണ്ണ നിലവിൽ യാംബു വഴി കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട് യാംബു തുറമുഖം വഴി എണ്ണ വാങ്ങാൻ സൗദി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 45 വർഷത്തോളമായി സൗദി കരുതി വെച്ചിരുന്ന ഒരു പ്ലാനാണിത്. 80കളിൽ ഇറാൻ ഇറാഖ് യുദ്ധകാലത്താണ് ഇങ്ങനെ ഒരു ബദൽ മാർഗത്തിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചത്. എന്നാൽ ഇപ്പോഴാണ് അത് പൂർണ്ണ തോതിൽ നടപ്പിലാകുന്നത്. ശരി ജലീൽ, എന്തായാലും സൗദിയിലെ വിവരങ്ങളാണ് ജലീൽ കണ്ണമംഗലം പറഞ്ഞതിന്. ദുബായിൽ നിന്ന് മുഹമ്മദ് റഹീസ് കുളിച്ചിരുന്നുണ്ട്. റഹീസ്, സൗദിയിൽ മാത്രമല്ല കുവൈത്തിലും ബഹ്റൈനിലുമെല്ലാം ആക്രമണം ഉണ്ട്. കുവൈത്തിലെ ആക്രമണം വിമാനത്താവളത്തിലെ എണ്ണ ടാങ്കർ ലക്ഷ്യമിട്ടായിരുന്നു. സ്ഥിതിഗതികൾ എങ്ങനെയാണ് മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ? ഇതിലെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെ സ്ഥിതിഗതികൾ പരിശോധിച്ചാൽ താരതമ്യേന ആക്രമണം കുറഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ ഈ സമയത്ത് ഉണ്ടാകുന്ന നിലയിൽ അത്ര തോതിൽ അല്ലെങ്കിൽ അത്രയും റൗണ്ട് ആക്രമണം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് രാവിലെ മനസ്സിലാക്കുന്നത്. ബഹ്റൈനിൽ 2 തവണയാണ് കഴിഞ്ഞ ഒരു 4 മണിക്കൂറായി അലാം കേട്ടത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ കാര്യമായിട്ടുള്ള ഒരു ആക്രമണ വിവരങ്ങളൊന്നും അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങളോ അല്ലെങ്കിൽ അപായങ്ങളോ ഒന്നും അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ബഹ്റൈൻ കേന്ദ്രീകരിച്ച് രാവിലെ 4 തവണയൊക്കെ ആക്രമണം ഉണ്ടാകാറുണ്ട്. അത്തരത്തിൽ തന്നെ ഒരു ദിവസമാകും എന്നാണ് ഇനിയും പ്രതീക്ഷിക്കുന്നത്. സാധാരണ രീതിയിൽ രാവിലെ തന്നെയാണ് അവിടെ ആക്രമണം ഉണ്ടാകുന്നത്. പിന്നീട് ബഹ്റൈനിൽ കാര്യങ്ങൾ ഏതാണ്ട് സാധാരണ നിലയിലേക്ക് മാറുന്ന തരത്തിലാണ് ഒരു 2-3 ദിവസമായി, കഴിഞ്ഞൊരു 3-4 ദിവസമായിട്ടുള്ള ഒരു പാറ്റേൺ അങ്ങനെയാണ്. മറിച്ച് ആക്രമണം കൂടുതലായി അല്ലെങ്കിൽ ഒരു പ്രത്യേക കേന്ദ്രത്തെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണം കൊണ്ടൊരു അപകടം ഉണ്ടാകുന്നത് ഇന്ന് കുവൈറ്റിലാണ്. കുവൈറ്റിൽ ഈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ എണ്ണ ടാങ്കറിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഡ്രോൺ എത്തി. ആ ഡ്രോണിനെ കൃത്യമായി പ്രതിരോധിക്കാനായി എന്ന് കുവൈറ്റിലെ പ്രതിരോധ സേന പറയുന്നുണ്ട്. പക്ഷേ ഈ ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ വീണ് തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. ആ തീ അണച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ പൂർണ്ണമായും തീ അണച്ചതായിട്ടുള്ള ഒരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. പക്ഷേ തീപിടുത്തം ഉണ്ടായി. ആളപായമില്ല, ആർക്കും പരിക്കുകളില്ല എന്നുള്ള ഒരു വിവരം കുവൈറ്റിൽ നിന്ന് വരുന്നുണ്ട്. ഈ കുവൈറ്റ് വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു 5ാമത്തെ ആക്രമണമൊക്കെയാകും ഇത്. സാരമായി അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള ഒരു ആക്രമണം നേരത്തെയും ഈ കുവൈറ്റ് വിമാനത്താവളം അതിന് നേരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ മറ്റ് സൗദി പോലെയുള്ള രാജ്യങ്ങൾ പോലെ ഈ കുവൈറ്റും ഒപ്പം തന്നെ ബഹ്റൈനും UAE ഒക്കെ ഇത്തരത്തിൽ ഈ മധ്യസ്ഥ ചർച്ചകൾക്ക് അമേരിക്കയ്ക്ക് ഒരു സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അല്ലെങ്കിൽ ആ നിലയ്ക്കാണ് പല പ്രധാനപ്പെട്ട നേതാക്കളുടെയും പ്രതികരണങ്ങൾ വരുന്നത്. ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ എത്രയും വേഗം തന്നെ ഒരു വെടിനിർത്തൽ നീട്ടിക്കൊണ്ടുപോവുക, ഒപ്പം തന്നെ ഈ ഒരു സംഘർഷം അവസാനിപ്പിക്കുക, തങ്ങൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യമിട്ട് തന്നെയാണ് മറ്റ് ഗൾഫ് രാജ്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇവയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്നലെ അവരുടെ ഒരു സായുധ സേനാംഗത്തെ നഷ്ടപ്പെടുക കൂടി ചെയ്തിട്ടുണ്ട്. ബഹ്റൈനുമായി നടത്തിയ ഒരു ജോയിന്റ് ഓപ്പറേഷനിൽ ഒരു മൊറോക്കൻ സ്വദേശിയായിട്ടുള്ള സായുധ സേനാംഗത്തിനാണ് ജീവൻ നഷ്ടമായത്. അപ്പോൾ ആ നിലയ്ക്ക് ഈ ജോയിന്റ് ഓപ്പറേഷനുകളും ഫലപ്രദമായി തന്നെ നടക്കുന്നുണ്ട്. അത് ഗൾഫ് മേഖലയിലെ വിവിധ രാജ്യങ്ങൾ തമ്മിൽ അത്തരത്തിൽ ഒരു ടീം ഉണ്ടാക്കി ആ നിലയിൽ ഓപ്പറേഷൻസ് ഒരു ഭാഗത്ത് നടക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും UAE-യിൽ കാര്യമായിട്ടുള്ള ആക്രമണം രാവിലെ ഉണ്ടായിട്ടില്ല. ഇന്നലെ അലേർട്ടുകളൊന്നും ലഭിച്ചിരുന്നില്ല. പക്ഷേ ഏതാണ്ട് 5 മിസൈലുകൾ നേരിട്ടിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം ഇന്നലെ ഒരു രാത്രിയോടുകൂടി പ്രതിരോധ മന്ത്രാലയം അറിയിക്കുകയുണ്ടായി. പക്ഷേ കാര്യമായിട്ടുള്ള ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ആ നിലയിലേക്ക് അലേർട്ട് നൽകേണ്ട തരത്തിലേക്കുള്ള ഒരു ആക്രമണമൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ സ്കൂളുകളൊക്കെ തുറക്കണമെന്ന് ആവശ്യപ്പെട്ട് ചില സ്വകാര്യ മാനേജ്മെന്റുകൾ അടക്കം രംഗത്തെത്തിയിട്ടുണ്ട്. അക്കാര്യങ്ങളിലൊക്കെ ഒരു പ്രധാനപ്പെട്ട തീരുമാനം ഒരുപക്ഷെ ഇന്നുണ്ടായേക്കും. ഗോകുൽ, ദിൽന. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മത്സര ചിത്രം തിരിയാൻ ഒരു ദിവസം കൂടി. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. 1748 പത്രികകളാണ് അംഗീകരിച്ചത്. പത്രികകൾ പിൻവലിക്കാനുള്ള സമയം നാളെ അവസാനിക്കും. UDF-ന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി രാഹുൽ ഗാന്ധി ഇന്ന് കേരളത്തിലെത്തുന്നുണ്ട്. കോട്ടയം ജില്ലയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. വിവിധ ബ്യൂറോകളിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ ചേരുകയാണ്. കൊച്ചിയിൽ നിന്ന് വിപിൻ C. വിജയനും തിരുവനന്തപുരത്ത് നിന്ന് S. വിനേഷ് കുമാറും കോഴിക്കോട് നിന്ന് വർഷ ഗിരീഷുമാണ് ചേരുന്നത്. ആദ്യം കൊച്ചിയിലേക്കാണ്, വിപിൻ C. വിജയനിലേക്കാണ്. വിപിൻ, മുഖ്യമന്ത്രി ഉണ്ട് ഇന്ന് മധ്യകേരളത്തിൽ. കോട്ടയത്ത് അദ്ദേഹത്തിന്റെ പ്രചാരണമുണ്ട്. മധ്യകേരളത്തിൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് മൂഡ്? നാളെ ഒരു ഔദ്യോഗികമായി ഇതിന്റെ അന്തിമ ചിത്രം തെളിയും എന്ന് നാളെ നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ പോലും ഇപ്പോൾ തന്നെ നമുക്കത് വ്യക്തമാണ്. എത്രത്തോളം വാശിയോടെയാണ് മധ്യകേരളം ഈ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയിരിക്കുന്നത്?
മോർണിംഗ് ദിൽന ഗോകുൽ. തിരഞ്ഞെടുപ്പിന്റെ അംഗം മുറുകിക്കഴിഞ്ഞു. സൂക്ഷ്മ പരിശോധന പൂർത്തിയായിരിക്കുന്നു. ഇനിയിപ്പോൾ നാളെയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. പറഞ്ഞതുപോലെ തന്നെ അവസാന നിമിഷം പോലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നാമനിർദ്ദേശ പത്രികയിൽ പോലും അതിൽ പരാതികൾ വരുന്നു. പിന്നീട് അതിന്റെ കൗണ്ടർ അവസാന നിമിഷം വരെ അത് സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ള ചർച്ചകൾ അവസാനം അത് സ്വീകരിക്കുന്നു. ഇത്തരത്തിൽ ഒരു നാടകീയത എല്ലാ കാര്യങ്ങളിലും നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴിതാ ആ ഒരു ചിത്രം പൂർത്തിയാകുമ്പോൾ എല്ലാവരും കൊണ്ടുപിടിച്ച പ്രചാരണത്തിലാണ്. പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ ഏറ്റവും കൂടുതൽ UDF സീറ്റുകൾ പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അവിടെ ആദ്യഘട്ടത്തിൽ നമുക്കറിയാവുന്ന പോലെ തന്നെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചകളും അതിൻ്റെ ആശങ്കകളും ആശയക്കുഴപ്പങ്ങളും ഒക്കെ നിലനിന്നിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറിയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ പ്രചാരണം ഇപ്പോൾ ആദ്യഘട്ടത്തിൽ LDF-നായിരുന്നു ഒരു മുൻതൂക്കമെങ്കിൽ അതിനൊപ്പം എത്താൻ വേണ്ടി UDF-ഉം കൊണ്ടുപിടിച്ച ഒരു പ്രചാരണത്തിലേക്ക് കടക്കുകയാണ്. ഒപ്പം തന്നെ എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ ജില്ലകളിലും മുഖ്യമന്ത്രി നേരിട്ട് തന്നെ എത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനമുണ്ട്. ഇന്നലെ ഇടുക്കിയിലായിരുന്നു. ഇന്ന് കോട്ടയത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുന്നത്. അദ്ദേഹം ഇന്നിപ്പോൾ ഏറ്റുമാനൂരിലും ചങ്ങനാശ്ശേരിയിലും നടക്കുന്ന കൺവെൻഷനുകളിൽ പങ്കെടുക്കും. വൈകിട്ട് ജോസ് കെ മാണിക്ക് വോട്ട് ചോദിച്ചുകൊണ്ട് പാലയിൽ അദ്ദേഹം എത്തുന്നുണ്ട്. അതിനു മുൻപ് തന്നെ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം ഉണ്ടാവും. ഇപ്പോൾ ഓരോ ദിവസവും രാഷ്ട്രീയത്തെ സംബന്ധിച്ച് അന്നുണ്ടായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടുള്ള വാർത്താ സമ്മേളനത്തോടു കൂടിയാണ് മുഖ്യമന്ത്രിയുടെ പരിപാടികൾ തുടങ്ങുന്നത്. അപ്പോൾ ഇന്ന് കോട്ടയത്താണ് അദ്ദേഹത്തിൻ്റെ പരിപാടി. ഒപ്പം തന്നെ സ്റ്റാർ ക്യാമ്പയിനേഴ്സിനെ പരമാവധി ഇറക്കിക്കൊണ്ട് ഇനി അങ്ങോട്ടേക്ക് 15 ദിവസമേ ഉള്ളൂ. ഒരു നേരം പോലും വിശ്രമിക്കാനില്ലാത്ത രീതിയിൽ തന്നെയാണ് ഓരോ പ്രചാരണവും നടക്കുന്നത്. ആലപ്പുഴയിൽ ഇന്നിപ്പോൾ കുട്ടനാടിലെ UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള റെജി ചെറിയൻ്റെ നാമനിർദ്ദേശ പത്രിക ഉണ്ടായിരുന്നു. അതിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. അത് ഇന്നത്തേക്കാണ് അതിൻ്റെ സൂക്ഷ്മ പരിശോധനയിലെ ഒരു വിശദ പരിശോധന. അത് ഇന്ന് നടക്കും. ഇന്ന് ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി വ്യക്തത വരും എന്നുള്ളതും പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എല്ലാ മുന്നണികളും സജീവമായി തന്നെ അതിരാവിലെ ഈ ചൂടൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് തന്നെ പ്രചാരണത്തിൻ്റെ ഏറ്റവും അത്യുന്നതങ്ങളിലേക്ക് എത്തുകയാണ്. ദിൽന വിവരങ്ങൾ നൽകിയത്. അതായത് ഇന്നും ഒരു പത്രികയിൽ വിശദമായ പരിശോധന നടക്കാൻ പോവുകയാണ് കുട്ടനാട്ടിൽ. അങ്ങനെ എന്താ പറയുക, ഇതിലുള്ള ചലഞ്ചസ് വരെ അത്ര രൂക്ഷമായിരുന്നു. അങ്ങനെ ചലഞ്ചിങ് വളരെ രൂക്ഷമായി നടന്ന സ്ഥലമാണ് നേമം ജില്ല തിരുവനന്തപുരത്ത് നിന്ന് വിനേഷ് കുമാർ ചേരുന്നുണ്ട്. വിനേഷ്, നിയമത്തിൻ്റെ കാര്യത്തിൽ ഇന്നലെ വലിയ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ ഉയർന്നു. പ്രത്യേകിച്ച് LDF കാര്യമായി രാജീവ് ചന്ദ്രശേഖറിനെതിരായ ഒരു പരാതി ഉന്നയിക്കാൻ തയ്യാറായില്ല എന്ന് ശബരിനാഥൻ പറയുന്നത് വരെ കണ്ടു. പിന്നീട് വി ശിവൻകുട്ടി തന്നെ നേരിട്ട് അവിടേക്ക് വരികയും പിന്നീട് അതിൻ്റെ ഒരു വലിയ തർക്കത്തിലേക്കൊക്കെ പോവുകയും ചെയ്തു. അവസാനം പത്രിക അംഗീകരിക്കുന്നു. എങ്കിൽ പോലും പൊതുവിൽ എന്താണ് തെക്കൻ കേരളത്തിലെ ഒരു ട്രെൻഡ്? ഇന്ന് മുതൽ അങ്ങോട്ട് ഈ പത്രികയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി സ്ഥാനാർത്ഥികളും പാർട്ടികളും അല്ലെങ്കിൽ അവരുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റികളുമൊക്കെ സജീവ പ്രചാരണത്തിലേക്ക് ഇനി അങ്ങ് ഇറങ്ങുകയാണല്ലോ. ദിൽന, ഗുഡ് മോർണിംഗ്. എന്തായാലും നമുക്കറിയാം 1748 നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിച്ചു എന്നുള്ളതാണ് ഇന്നലെ രാത്രിയിൽ ലഭിച്ചിരിക്കുന്ന ഏറ്റവും അവസാനം ലഭിച്ചിരിക്കുന്ന വിവരം. ഇതിൽ 2125 നാമനിർദ്ദേശ പത്രികകൾ 2105 എണ്ണത്തിൻ്റെ സൂക്ഷ്മ പരിശോധന ഇന്നലെ പൂർത്തിയായി. 1748 പത്രികകൾ ഇങ്ങനെ സ്വീകരിച്ചു എന്ന് പറയുന്നു. 354 പത്രികകളാണ് തള്ളിയിട്ടുള്ളത്. 3 എണ്ണം പിൻവലിച്ചിട്ടുണ്ട്. ആകെ 1254 സ്ഥാനാർത്ഥികളാണുള്ളത്. ഇതിൽ 26 വരെ, അതായത് നാളെ 3 മണി വരെ സംബന്ധിച്ചുള്ള നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള സമയമുണ്ട്. അതിനുശേഷമായിരിക്കും നമുക്കൊരു ചിത്രം വ്യക്തമാവുക. ഇന്നലെ നമുക്കറിയാം രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേമം സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം, NDA. അദ്ദേഹത്തിൻ്റെ സ്വത്ത് കണക്കുകൾ നൽകിയതിൽ അപാകതയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നേമത്തെ തന്നെ UDF സ്ഥാനാർത്ഥിയായ ശബരിനാഥ് രംഗത്ത് വന്നിരുന്നു. അത് തൽക്കാലത്തേക്ക് നാമനിർദ്ദേശ പത്രിക മാറ്റിവെക്കുന്നതിലേക്ക് ഉൾപ്പെടെ കാര്യങ്ങൾ പോയിരുന്നു. പിന്നീട് പത്രിക സ്വീകരിക്കേണ്ടി വന്നു. എങ്കിലും ഇതിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്ന് ശബരിനാഥും അതിന് തൊട്ടു പിന്നാലെ ഇതേ ആരോപണവുമായി നേമത്തുള്ള LDF സ്ഥാനാർത്ഥി വി ശിവൻകുട്ടിയും രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം അപരന്മാർ വലിയ ഒരു ഭീഷണിയായി നിൽക്കുന്നുണ്ട്. ചില മുന്നണികൾക്കെങ്കിൽ പോലും ചില ഘട്ടങ്ങളിൽ അപരന്മാർ ഭീഷണിയാവുന്നത് നമ്മൾ കണ്ടതാണ്. അതിപ്പോൾ മഞ്ചേശ്വരത്ത് മത്സരിച്ചപ്പോൾ K സുരേന്ദ്രനും അതുപോലെ തന്നെ VM സുധീരൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വലിയ രീതിയിൽ തന്നെ ഇത്തരത്തിലുള്ള അപരന്മാർ ഭീഷണിയായി നമ്മൾ കണ്ടതാണ്. എല്ലാ സ്ഥലങ്ങളിലും ഇതേ പേരുള്ള അപരന്മാരൊരു ഭാഗ്യാന്വേഷികളാവുന്ന ഒരു കാലം കൂടിയാണിത്. കോഴിക്കോട് നമുക്കറിയാം എലത്തൂർ മണ്ഡലത്തിൽ ഇതുപോലെ തന്നെ AK ശശീന്ദ്രൻ, ശരത് പവാർ വിഭാഗം NCP ശരത് പവാർ വിഭാഗത്തിലെ AK ശശീന്ദ്രനെതിരെ അജിത് പവാർ വിഭാഗത്തിലെ മറ്റൊരു CK ശശീന്ദ്രൻ എന്ന് പറയുന്ന ആൾ ഇത് കൊടുത്തിരുന്നു, നാമനിർദ്ദേശ പത്രിക കൊടുത്തിരുന്നു. ഇതിൻ്റെ സൂക്ഷ്മ പരിശോധന നടക്കുന്നതിനിടയിൽ
ഇതിൻ്റെ സ്ലിപ്പുമായി ഒരു അജ്ഞാതൻ കടന്നു കളഞ്ഞ രസകരമായ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ അപരന്മാരെ പൂട്ടാൻ വേണ്ടിയും അവരെ കയ്യിലെടുക്കാനുള്ള നീക്കങ്ങൾ ഉൾപ്പെടെ നടക്കുന്നുണ്ട്. എന്തായാലും ശക്തമായ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. മീനച്ചൂടിനൊപ്പം തന്നെ പോരാട്ട വീര്യവും വർദ്ധിക്കുന്നുണ്ട്. ഇതിൽ ആരൊക്കെ ഉണ്ടാവും ഈ അങ്കത്തട്ടിൽ എന്ന് അറിയണമെങ്കിൽ നാളെ 3 മണി വരെ വൈകുന്നേരം 3 മണി വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. അതിനുശേഷമായിരിക്കും ഒരു നേർചിത്രം വ്യക്തമാവുകയുള്ളൂ. ശരി, എസ് വിനേഷ് കുമാറാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. ഇനി കോഴിക്കോട്ടേക്കാണ് അവിടെ നിന്ന് വർഷ ഗിരീഷ് ചെയ്യുന്നുണ്ട്. ഗൂഗിൾ ഇന്നലെ ഏറ്റവും രസകരമായി എനിക്ക് തോന്നുന്നത് എലത്തൂർ മണ്ഡലത്തിലെ സംഭവമാണ്. അവിടെ NCP അജിത് പവാർ വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥി PK ശശീന്ദ്രന്റെ സ്ലിപ്പ് എടുത്ത് ആള് പോയി എന്നാണ് കേട്ടിട്ടുണ്ട്. അതുപോലെ ഈ റെസിപ്റ്റ് എടുത്തുകൊണ്ട് ഓടുക എന്ന് പറയുന്ന കാഴ്ച ഇന്നലെ കണ്ടത് എലത്തൂർ. അതെ, അത് ഈ ക്ലോക്ക് ചിഹ്നത്തിൽ അവരാണല്ലോ ഔദ്യോഗികമായി NCP, അതുകൊണ്ട് ക്ലോക്ക് ചിഹ്നം എന്ന NCPയുടെ ചിഹ്നത്തിൽ മത്സരിക്കാതിരിക്കാനാണ് ഇങ്ങനെ ഒരു നടപടി എന്നാണ് അജിത് പവാർ വിഭാഗം NCP ആരോപിക്കുന്നത്. എന്തായാലും AK ശശീന്ദ്രനെതിരെ PK ശശീന്ദ്രൻ അതേ പേരുള്ള ഒരാൾ കൂടിയാണ്. വലിയ പ്രതിസന്ധി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വർഷ, എന്താണ് കോഴിക്കോടത്തെ തിരഞ്ഞെടുപ്പ് ചിത്രം? ഒപ്പം ഇന്ന് രാഹുൽ ഗാന്ധി എത്തുന്നുണ്ട് കോഴിക്കോടേക്ക്. എത്രത്തോളം ആവേശത്തിലാണ് UDF പ്രവർത്തകർ? ഗോകുൽ, ദിൽന, കോഴിക്കോടിനെ സംബന്ധിച്ച് ഇന്ന് ഏറ്റവും ആവേശകരമായ കാര്യം രാഹുൽ ഗാന്ധി എത്തുന്നു എന്ന് തന്നെയാണ്. UDFന്റെ പ്രചാരണത്തിന് കൂടുതൽ ആവേശം പകരാൻ ഇന്ന് രാഹുൽ ഗാന്ധി കോഴിക്കോട് ബീച്ചിലെത്തുകയാണ്. അദ്ദേഹത്തിന്റെ ആദ്യ പര്യടനമാണ് ഇന്ന് കോഴിക്കോട് ജില്ലയിൽ നടക്കുന്നത്. അത് തന്നെയാണ് കോഴിക്കോടിനെ സംബന്ധിച്ച് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് വാർത്ത അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ വിഷയമെന്ന് പറയുന്നത്. എന്തായാലും കോഴിക്കോട് ജില്ലയിലും തെരഞ്ഞെടുപ്പ് ചിത്രം നാളത്തെ കൂടി തെളിയുകയാണ്. കഴിഞ്ഞ ദിവസം 112 നാമനിർദ്ദേശ പത്രികയാണ് കോഴിക്കോട് ജില്ലയിൽ സ്വീകരിച്ചത്. ഇതിൽ ബേപ്പൂർ മണ്ഡലത്തിൽ 9 പേരുടെയും, ബാലുശ്ശേരി മണ്ഡലത്തിൽ 5, എലത്തൂരിൽ 10, കൊടുവള്ളി 17, കോഴിക്കോട് നോർത്ത് 10, കോഴിക്കോട് സൗത്ത് 4, കുന്നമംഗലം മണ്ഡലത്തിൽ 10, കുറ്റ്യാടി നിയോജക മണ്ഡലത്തിൽ 6, നാദാപുരം മണ്ഡലത്തിൽ 7, ഇങ്ങനെയാണ് നാമനിർദ്ദേശ പത്രിക 13 മണ്ഡലങ്ങളിലെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ പത്രിക സ്വീകരിച്ചിരിക്കുന്നത് കൊടുവള്ളി മണ്ഡലത്തിൽ നിന്നാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അപരനുള്ളത് PV അൻവറിനാണ് എന്നുള്ളതാണ്. PV അൻവറിന് 4 അപരന്മാരാണുള്ളത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുന്നണികളെ സംബന്ധിച്ച് ഈ അപരന്മാർ തന്നെയാണ്. അപരന്മാരെ എങ്ങനെ പിന്മാറ്റാം എന്നുള്ളതാണ് മുന്നണികളെ സംബന്ധിച്ച് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാളെ വൈകിട്ട് 3 മണിയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയം. അതിനുള്ളിൽ പരമാവധി അപരന്മാരെ കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ എടുത്തു പറയേണ്ടത് UDFനെ സംബന്ധിച്ച് അവർക്കാണ് ഏറ്റവും കൂടുതൽ പല മണ്ഡലങ്ങളിലും അപരന്മാരുള്ളത്. അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രതിസന്ധിയും അത് തന്നെയാണ്. അതെല്ലാം ഇവരെല്ലാം പിന്മാറ്റേണ്ട വലിയൊരു ദൗത്യം തന്നെ UDFനുണ്ട്. എന്തായാലും നാളത്തോടു കൂടി കോഴിക്കോട് അല്ലെങ്കിൽ മലബാർ ജില്ലകളിലെ എല്ലാം തെരഞ്ഞെടുപ്പ് ചിത്രം പൂർണ്ണമായി തെളിയുകയാണ്. അതേസമയം ഈ മീനച്ചൂടിൽ കടുത്ത ആവേശത്തിലേക്ക് മുന്നണികളെല്ലാം കടക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. വളരെ ചൂടേറിയ പ്രചരണം തന്നെയാണ് 3 മുന്നണികളും നടത്തിയിട്ടുള്ളത്. ഇന്ന് UDFനെ സംബന്ധിച്ച് ആ ഒരു പ്രചരണത്തിന് കൂടുതൽ ആവേശം കൂടി പകരുമെന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി എത്തുന്നതോടുകൂടി അണികൾക്ക് കൂടുതൽ ആവേശം എത്തുമെന്നുള്ളതാണ് പ്രധാനമായും UDF നേതാക്കൾ പറയുന്നത്. ഇത് ഇന്ന് നടക്കുന്ന UDFന്റെ മഹാറാലി കോൺഗ്രസിന്റെ ഒരു ശക്തി പ്രകടനം കൂടിയായി മാറുമെന്നുള്ളതാണ്. സംസ്ഥാനത്തെ എല്ലാ നേതാക്കളും ഇന്ന് കോഴിക്കോടേക്ക് എത്തുന്നുണ്ട്. സ്ഥാനാർത്ഥികൾ കോഴിക്കോട് ജില്ലയിലെ എല്ലാ സ്ഥാനാർത്ഥികളും ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ആകെ മൊത്തം ഇന്ന് UDFനെ സംബന്ധിച്ച് ഏറ്റവും ആവേശകരമായ ഒരു ദിവസം തന്നെയാണ്. BJP ആണെങ്കിലും അതുപോലെ തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വളരെ പല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കൾ ഉൾപ്പെടെ BJPക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ ഇവിടെ കോഴിക്കോട് എത്തിയിരുന്നു. വരും ദിവസങ്ങളിലും അത്തരത്തിലുള്ള സന്ദർശനങ്ങളെല്ലാം ഉണ്ടാകുമെന്നാണ് എന്തായാലും BJPയും പറയുന്നത്. ഇനി നാളത്തോടു കൂടി എന്തായാലും പൂർണ്ണമായൊരു ചിത്രം കോഴിക്കോടും തെളിയും. ദിൽന, ഗോകുൽ. ശരി, വർഷയാണ് വിവരങ്ങൾ നൽകിയത്. പശ്ചിമേഷ്യൻ സംഘർഷവും രാജ്യത്തെ ഊർജ്ജ പ്രതിസന്ധിയും ചർച്ച ചെയ്യാൻ സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് യോഗം. യോഗത്തിൽ നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചന. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ബൽറാം, ഇന്നലെ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ, അദ്ദേഹം പറഞ്ഞത് ഇറാൻ സംഘർഷത്തിൽ ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നതാണ്. അതാണ് മുമ്പും ഇന്ത്യയുടെ നിലപാടെന്ന്. പക്ഷേ പ്രതിപക്ഷവും രാഹുൽ ഗാന്ധിയും രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. ഈ പ്രധാനമന്ത്രിയുടെ നരേന്ദ്രമോദിയുടെ നയതന്ത്രം അല്ലെങ്കിൽ എന്നത് ഒരു വ്യക്തിപരമായ നയതന്ത്രമാണ്. അത് ട്രംപിന് കൃത്യമായി അറിയാം മോദി എന്ത് ചെയ്യുമെന്നൊക്കെയുള്ള രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നതാണ്. ഇന്നത്തെ സർവകക്ഷി യോഗത്തിലും അത്തരത്തിലുള്ള ഒരു ഹീറ്റഡ് ഡിബേറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയല്ലേ? വെരി ഗുഡ് മോർണിംഗ് ഗോകുൽ, ദിൽന. ഈ പശ്ചിമേഷ്യൻ സംഘർഷം, ഒപ്പം തന്നെ രാജ്യത്തുണ്ടായ ഊർജ്ജ പ്രതിസന്ധി എന്നിവ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്ന് സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചിരിക്കുന്നത്. വൈകിട്ട് 5 മണിക്കാണ് ഈ സർവകക്ഷി യോഗം നടക്കുക.
സർവകക്ഷി യോഗത്തിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം കേരളത്തിൽ ആണ് പ്രചരണവുമായി ബന്ധപ്പെട്ട്. എന്നാൽ മറ്റ് എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെയും പങ്കാളിത്തം ഈ സർവകക്ഷി യോഗത്തിൽ ഉണ്ടാകും എന്നാണ് നിലവിൽ ലഭ്യമാക്കുന്ന റിപ്പോർട്ടുകൾ. അതേസമയം ഈ സർവകക്ഷി യോഗത്തിൽ ചില നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ലോക്സഭയിലും രാജ്യസഭയിലും നടത്തിയ പ്രസ്താവനയിൽ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ പശ്ചിമേഷ്യൻ സംഘർഷം ആശങ്കാജനകമാണ് എന്നും ഒപ്പം തന്നെ ഈ സാഹചര്യങ്ങളെ നേരിടുന്നതിനായി സ്വീകരിച്ച ഒരുക്കങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രി വിശദീകരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ കോവിഡിന് സമാനമായ ഒരു തരത്തിൽ ഒറ്റക്കെട്ടായി രാജ്യം ഇതിനെ നേരിടേണ്ടത് ആവശ്യമാണ് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കൂടാതെ ദീർഘകാല ആഘാതം ഈ ഒരു സംഘർഷം രാജ്യത്ത് ഉണ്ടാക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിർണായകമായ ചില തീരുമാനങ്ങൾ ഈ ഒരു യോഗത്തിൽ പ്രതിപക്ഷത്തിന്റെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് നടപ്പാക്കാനുള്ള ഒരു ആലോചനയാണ് സർക്കാരിനുള്ളത് എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന സൂചനകൾ. അതുകൊണ്ട് തന്നെ ഈ യോഗത്തിന് പിന്നാലെ ഇക്കാര്യത്തിൽ കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ പാർലമെന്റിൽ വിശദമായ ചർച്ച വേണമെന്ന ആവശ്യമാണ് ബജറ്റ് സമ്മേളനത്തിന്റെ 2ാം പാദത്തിന്റെ തുടക്കം മുതൽ ആവശ്യപ്പെടുന്നത്. എന്നാൽ വിദേശകാര്യമന്ത്രിയും പ്രധാനമന്ത്രിയും പ്രസ്താവന നടത്തുക മാത്രമാണ് ഉണ്ടായത്. പ്രതിപക്ഷത്തിന് ഇക്കാര്യത്തിൽ സംസാരിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് പ്രതിപക്ഷം ഈ സർവകക്ഷി യോഗത്തിൽ ഉന്നയിക്കും. രാജ്യത്തിന്റെ വിദേശ നയത്തിലുണ്ടായ മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർവകക്ഷി യോഗത്തിൽ ഉന്നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. എന്തായാലും ഇന്ന് നടക്കുന്ന യോഗം അതിലെടുക്കുന്ന തീരുമാനങ്ങൾ, പ്രതിപക്ഷം ഈ യോഗത്തിലെടുക്കുന്ന നിലപാട് എന്നിവ നിർണായകമാക്കും. നിർണായക തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷത്തെ പൂർണ്ണ പിന്തുണ കൂടി ഉറപ്പാക്കുക എന്നാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ അതുണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമാക്കുന്നതും. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ഈ മെഡിക്കൽ ഉപകരണങ്ങളുടെ വിലയിലടക്കം അത് കാരണം ഈ പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട ചില വസ്തുക്കളുടെയൊക്കെ ലഭ്യത കുറവ് അല്ലെങ്കിൽ അതിൻ്റെ വില കൂടുതലൊക്കെ ബാധിച്ചേക്കാം. മെഡിക്കൽ ഉപകരണങ്ങളുടെ വില വർധനയിലേക്കൊക്കെ പോയേക്കാമെന്നൊക്കെയുള്ള സൂചനകൾ ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മറ്റ് മേഖലയിലേക്ക് നേരിട്ട് ഇന്ധനത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ നിയന്ത്രണം വിലയ്ക്കപ്പുറത്തേക്ക് മറ്റേതൊക്കെ മേഖലകളിലേക്ക് നിയന്ത്രണം വരും അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ ഉണ്ടാകുമെന്ന് ഇന്നത്തെ സർവകക്ഷി യോഗത്തിന് ശേഷം അറിയാം. അത്തരത്തിലുള്ള സുപ്രധാന തീരുമാനങ്ങൾ ഇന്നത്തെ യോഗത്തിൽ പ്രതീക്ഷിക്കുന്നുമുണ്ട്. രാജ്യത്തെ പ്രകൃതിവാതക ശൃംഖല ശക്തിപ്പെടുത്താൻ അടിയന്തര ഉത്തരവുമായി കേന്ദ്ര സർക്കാർ. PNG കണക്ഷനുള്ള അനുമതി ഇനി മുതൽ വേഗത്തിലാക്കും. നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ ഭരണകൂടങ്ങൾ അനുമതി നൽകിയില്ലെങ്കിൽ അംഗീകാരം ലഭിച്ചതായി കണക്കാക്കും. ചെറിയ പൈപ്പ് ലൈൻ ശൃംഖലയ്ക്ക് 10 ദിവസവും ദീർഘ പൈപ്പ് ലൈൻ ശൃംഖലയ്ക്ക് 60 ദിവസവുമാണ് സമയപരിധി. ഇതിനു പുറമെ ഏകീകൃതവും സുതാര്യവുമായ നിരക്കുകൾ നടപ്പിലാക്കും. അംഗീകൃത ഏജൻസികൾക്ക് തടസ്സമില്ലാതെ പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കാനും വ്യാപിപ്പിക്കാനും സൗകര്യമൊരുക്കുമെന്നും പുതിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. കൃത്യമായ അറിയിപ്പ് ലഭിച്ചിട്ടും PNG കണക്ഷന് അപേക്ഷിക്കാതിരുന്നാൽ LPG വിതരണം നിർത്തിവെക്കാനും ഉത്തരവ് ശുപാർശ ചെയ്യുന്നു. അവശ്യ സാധന നിയമപ്രകാരമാണ് നാച്ചുറൽ ഗ്യാസ് ആൻഡ് പെട്രോളിയം പ്രൊഡക്ട്സ് ഡിസ്ട്രിബ്യൂഷൻ 2026 ഉത്തരവ് കേന്ദ്രം പുറപ്പെടുവിച്ചത്. കൊച്ചി കളമശ്ശേരിയിലെ കുറ്റിക്കാട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സൂരജ് ലാമയുടെ മകൻ നൽകിയ ഹർജി ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. പിതാവിന്റെ മരണത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് ഹർജി. കുവൈറ്റിൽ നിന്ന് ഡിപ്പോർട്ട് ചെയ്ത സൂരജ് ലാമ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കപ്പെട്ടതിന് പിന്നാലെ അദ്ദേഹത്തെ കാണാതാവുകയായിരുന്നു. സൂരജ് ലാമയുടെ മരണത്തിൽ സിസ്റ്റത്തിന് ഗുരുതര വീഴ്ച സംഭവിച്ചു എന്നായിരുന്നു കോടതിയുടെ പരാമർശം. മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക സംഘവും രൂപീകരിച്ചിരുന്നു. മൂന്നാർ കല്ലാർ എസ്റ്റേറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ നടരാജന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. കാട്ടാന ആക്രമണത്തിലാണ് നടരാജൻ കൊല്ലപ്പെട്ടത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതേസമയം വനം വകുപ്പും പോലീസും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. നടരാജന്റെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടെ നാട്ടുകാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞിരുന്നു. തുടർന്ന് നടരാജന്റെ കുടുംബത്തിന് അടിയന്തര ധനസഹായമായി 5 ലക്ഷം രൂപ നൽകാമെന്ന് വനംവകുപ്പ് ഉറപ്പ് നൽകി. പണം കൈമാറിയാൽ മാത്രമേ പോസ്റ്റ്മോർട്ടം നടത്താൻ അനുവദിക്കൂ എന്നാണ് നാട്ടുകാരുടെ നിലപാട്. ഇന്നലെ ഉച്ചയോടെ വിറക് ശേഖരിക്കാൻ പോയപ്പോഴാണ് നടരാജൻ കൊല്ലപ്പെട്ടത്. അസ്വാഭാവിക മരണത്തിന് മൂന്നാർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ആദ്യ പരാതിക്കാരിയുടെ ഹർജിയാണ് സുപ്രീംകോടതി പരിഗണിക്കുന്നത്. അതിജീവിതയ്ക്കെതിരെ ഹൈക്കോടതിയിൽ നിന്നുണ്ടായ പരാമർശം നീക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. നേരത്തെ പരാതിക്കാരുടെ അഭിഭാഷകൻ കേസുമായി ബന്ധപ്പെട്ട ചില രേഖകൾ സുപ്രീംകോടതി രജിസ്ട്രിക്ക് കൈമാറിയിട്ടുണ്ട്. ജസ്റ്റിസ് MM സുന്ദരേശൻ
NK സിംഗ് എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയുൾപ്പെടെ 10 പേരെ പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ടെന്നും പരാതിക്കാരി നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. മുദ്രവെച്ച കവറിലെ വിവരങ്ങൾ കൂടി പരിശോധിച്ച ശേഷമാകും ജാമ്യം റദ്ദാക്കുന്നതിൽ കോടതി അന്തിമ തീരുമാനമെടുക്കുക. വയനാട് മുട്ടിക്കൊമ്പൻ കാട്ടാനയെ പിടികൂടാനുള്ള ദൗത്യം 4ാം ദിനവും തുടരുകയാണ്. ആനയെ ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. കാളിദാസൻ ദേവദത്തം വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. കാളിദാസൻ, എങ്ങനെയാണ് ഈ ദൗത്യം പുരോഗമിക്കുന്നത്? ഗുഡ് മോർണിംഗ് ദിൽന, ഗോകുൽ. നിലവിൽ വയനാട് മുട്ടിക്കൊമ്പൻ എന്ന കാട്ടാനയെ പിടിക്കാനുള്ള ദൗത്യം തുടരുക തന്നെയാണ്. 4ാം ദിനത്തിലേക്ക് എത്തിയിരിക്കുന്നു. എന്നാൽ ആനയെ ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിനെ സംബന്ധിച്ച് നമുക്ക് അറിയാൻ സാധിച്ചത്. അതായത് ഇപ്പോൾ ട്രാക്ക് ചെയ്യാതെ മയക്കുവെടി വെക്കാൻ സാധിക്കില്ല. ഉൾക്കാട്ടിൽ കയറിക്കുകയാണ് ആന. അപ്പോൾ ഉൾവനത്തിലേക്ക് കയറാൻ നിരവധി പരിമിതികളുണ്ട്. വനം വകുപ്പിനടക്കം ഈ ജനവാസ മേഖലയോട് അടുത്ത് വന്നാൽ മാത്രമേ ഈ മുട്ടിക്കൊമ്പനെ, ഈ കാട്ടാനയെ ട്രാക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ മയക്കുവെടി വെക്കാനും സാധിക്കുകയുള്ളൂ എന്നുള്ള വലിയൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ട്രാക്ക് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഈ കൂടുതൽ നടപടികളിലേക്കൊന്നും കടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഔദ്യോഗികമായ ഒരു അറിയിപ്പ് വന്നിട്ടില്ല. 4ാം ദിനവും ഈ ഒരു ദൗത്യം നിർത്തിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പക്ഷെ ഔദ്യോഗികമായ ഒരു അറിയിപ്പ് കൂടി കാത്തിരിക്കുകയാണ് വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന്. ഇതില്ല ഗൂഗിൾ. ശരി, മുട്ടിക്കൊമ്പൻ അവിടെ ഒരു യുവ കർഷകന്റെ ജീവനെടുത്ത കാട്ടാനയാണ്. 2-3 ദിവസമായി. ഇന്നലെയും ട്രാക്ക് ചെയ്തത് ജനവാസ മേഖലയ്ക്ക് അടുത്ത് വരെ വീണ്ടും ആന കാട്ടിലേക്ക് കയറിപ്പോയി. വലിയ സംഘം കുങ്കിയാനകളടക്കമായി അവിടെ വനംവകുപ്പിൻ്റെ ഉണ്ട്. നാട്ടുകാരുടെ പരാതിയുണ്ട്, ഇങ്ങനെ ഒളിച്ചു കളിക്കുകയാണ് വനംവകുപ്പ്, പിടികൂടുന്നില്ല എന്ന്. കോടതിയിൽ ഒരു ഹർജിയും വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിധി കാത്തിരിക്കുകയാണ് വനംവകുപ്പ് എന്ന വിമർശനവും പ്രതിഷേധവും അവിടെ ഉയരുന്നുമുണ്ട്. ഇനി കായിക വാർത്തകളിലേക്ക്. IPL തുടങ്ങാൻ ഇനി 3 ദിവസം മാത്രമാണുള്ളത്. കന്നിക്കിരീടം ലക്ഷ്യമിട്ടാണ് ഋഷഭ് പന്തിന്റെ ലക്നൌ സൂപ്പർ ജയൻസ് ഇത്തവണ കളത്തിലിറങ്ങുന്നത്. അനിൽ വാസ്തവ് തയ്യാറാക്കിയ എക്സ്പ്ലെയിനറിലേക്ക്. പുത്തൻ ജേഴ്സി, പുത്തൻ ലോഗോ, ഈ പുതുമ പ്രകടനത്തിലും പുറത്തെടുക്കാനാവുമോ ലക്നൌ സൂപ്പർ ജയൻസിന്? ഡിസ്ട്രക്റ്റീവ് ബാറ്റേഴ്സ്, ഫയർ ബ്രാൻഡ് പേസേഴ്സ്, മിസ്റ്ററി സ്പിന്നേഴ്സ്, ഒരു 2020 ടീമിന് വേണ്ട ചേരുവകളെല്ലാം ഉള്ള സംഘമാണ് ലക്നൌ സൂപ്പർ ജയൻസ്. എന്നാൽ കഴിഞ്ഞ 2 തവണയും 7ാം സ്ഥാനത്ത് തുടങ്ങി. നിർണായക സമയത്ത് നിർവീര്യമാകുന്ന എക്സ്പ്ലോസീവ് ബാറ്റിംഗ് നിരയും പരിക്ക് കൂടപ്പുറപ്പായ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റും എല്ലാത്തിനുമപ്പുറം കോൺഫിഡൻസ് ഇല്ലാത്ത ക്യാപ്റ്റനും. തൊട്ടതെല്ലാം പിഴച്ച സീസണിനൊടുവിൽ ജയന്റ് പ്രകടനം പ്രതീക്ഷിച്ച ഋഷഭ് പന്തും കൂട്ടരും പടയ്ക്കൊരുങ്ങുകയാണ്. പവർ പ്ലേയിൽ പവർ പഞ്ചുകളുമായി കളന്നിറയുന്ന മിച്ചൽ മാർഷും എയ്ഡൻ മാർക്രമും, അത് ഏറ്റെടുത്ത് പൊട്ടിത്തെറിക്കാൻ നിക്കോളാസ് പുരാൻ. ഇതുവരെ എല്ലാം സെറ്റാണ്. എന്നാൽ പിന്നീട് അങ്ങോട്ട് ഒന്നിനും ഉറപ്പില്ല. 27 കോടി എന്ന IPL ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രൈസ് ടാഗിനോട് നീതി പുലർത്താനാവാതെ പോയ ക്യാപ്റ്റൻ ഋഷഭ് പന്തിൽ തുടങ്ങുന്നു പ്രശ്നങ്ങൾ. കഴിഞ്ഞ തവണ 14 ഇന്നിംഗ്സിൽ നേടിയത് വെറും 269 റൺസാണ്. ഇതിലെ ഒരു സെഞ്ചുറി ഒഴിച്ചു നിർത്തിയാൽ ബാക്കി 13 ഇന്നിംഗ്സിലും നിരാശപ്പെടുത്തി. ഇന്ത്യയുടെ വൈറ്റ് ബോൾ ഫോർമാറ്റ് ടീമുകളിലേക്ക് പരിഗണിക്കപ്പെടണമെങ്കിൽ പന്തിന് ഇത്തവണ തകർത്തടിച്ചേ പറ്റൂ. ആയുഷ് ബദോനി എന്നും ആശ്വാസമാണ്. അബ്ദുൾ സമദ് കൂടി മിന്നിയാൽ ലക്നൌവിന് സ്കോർ ബോർഡിനെ കുറിച്ച് ആശങ്ക വേണ്ട. 8.6 കോടി കൊടുത്തു വാങ്ങിയ ജോഷ് ഇംഗ്ലീഷ് മുതൽക്കൂട്ടാവുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ എത്ര കളികളിൽ ഇംഗ്ലീഷ് ഉണ്ടാകുമെന്നതാണ് ചോദ്യം. ഇനി ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നാൽ മായങ്ക് അഗർവാൾ, ആവേശ് ഖാൻ, മൂസിൻ ഖാൻ, പ്രിൻസ് യാദവ് എന്നിവരെ നയിക്കാൻ മുഹമ്മദ് ഷമി കൂടി വരുമ്പോൾ മറ്റാർക്കുമില്ലാത്ത ഇന്ത്യൻ പേസ് ഫാക്ടറി ലക്നൌവിനുണ്ട്. ദക്ഷിണാഫ്രിക്കയുടെ ആൻഡ്രിച്ച് നോർക്കിയെ കൂടി ചേരുമ്പോൾ കടലാസിൽ ആവോളം കരുത്ത്. എന്നാൽ പരിക്കിന്റെ തോഴരായ ഇവരെയൊക്കെ സീസൺ മുഴുവൻ കിട്ടുമോ എന്നതാണ് പ്രശ്നം. സ്പിന്നറിലും ഇതേ പ്രശ്നമുണ്ട്. ലാഭത്തിൽ വാങ്ങിയ വനിന്ദോ ഹസ്രംഗയും പരിക്കിന്റെ പിടിയിലാണ്. ഇതോടെ ദിഗ്വേഷ് റാത്തിയെയും ഷഹബാസ് അഹമ്മദിനെയും തന്നെ ആശ്രയിക്കേണ്ടി വരും ലക്നൌ സൂപ്പർ ജയൻസിന്. 10 മിനിറ്റിനുള്ളിൽ പ്രഭാത ഭക്ഷണം എന്ന ഉറപ്പ് നൽകി ബ്രാഹ്മിൻസ് എക്സ്പ്രസ് മിക്സ് വിപണിയിലിറക്കി. വിപ്രോ ബ്രാഹ്മിൻസ് രൂപകൽപ്പന ചെയ്തതാണ് റെഡി ടു കുക്ക്. റൈസ് ഇഡലി മുതൽ റവ ദോശ വരെ ലഭിക്കും. പ്രിസർവേറ്റീവ് രഹിത കൂട്ടുകൾ ഉപയോഗിച്ചാണ് യഥാർത്ഥ രുചി നിലനിർത്തുന്നതെന്ന് ബിസിനസ് ഹെഡ് സണ്ണി തോമസ് പറഞ്ഞു. വിപ്രോ ബ്രാഹ്മിൻസിൻ്റെ പുതിയ റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ആണ് ബ്രാഹ്മിൻസ് എക്സ്പ്രസ് മിക്സ്. ഈ റേഞ്ച് ഓഫ് പ്രൊഡക്ട്സിൽ നമ്മുടെ ഡെയിലി ബ്രേക്ക്ഫാസ്റ്റ് വളരെ വേഗത്തിലും വളരെ കൺവീനിയൻറ്റുമായിട്ട് നമുക്കുണ്ടാക്കാവുന്നതാണ്. വെറും 5 മിനിറ്റ് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരിക്കും. പലതരത്തിലുള്ള വിഭവങ്ങൾ ഇവിടെ ഈ റേഞ്ചിലുണ്ട്.
ഈ പ്രൊഡക്റ്റ് റേഞ്ച് ഇന്ന് ഇവിടെ കേരളത്തിലും കർണാടകയിലും നാഷണലി ഓൺലൈൻ ചാനൽസിലും അവൈലബിൾ ആണ്. നമ്മളിനി നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ്. ചില പ്രതികരണങ്ങൾ സ്ഥാനാർത്ഥികളുടെ വരുന്നു. കുന്നത്ത് മുഹമ്മദിന്റെ സ്ഥാനാർത്ഥിത്വം വെല്ലുവിളിയാകില്ലെന്ന് മങ്കടന മണ്ഡലം UDF സ്ഥാനാർത്ഥി മഞ്ഞളാംകുഴി അലി. മുസ്ലിം ലീഗിൽ നിന്ന് പോയ ആൾ ലീഗിനെതിരെ മത്സരിക്കുമ്പോൾ ലീഗുകാർ ഡബിൾ സ്ട്രോങ് ആകും. വിജയസാധ്യത മുൻനിർത്തിയാണ് പാർട്ടി തന്നെ സ്ഥാനാർത്ഥിയാക്കിയത് എന്നും മണ്ഡലം കമ്മിറ്റിയുടെ പൂർണ്ണ പിന്തുണ തനിക്കുണ്ടെന്നും മഞ്ഞളാംകുഴി അലി 24 പറഞ്ഞു. എന്താണ് ഇത്തവണത്തെ പ്രതീക്ഷ? വികസന നായകൻ വീണ്ടും എന്നൊക്കെയാണ് പ്രചരണ ബോർഡുകളിലൊക്കെ. അല്ല, മങ്കട മണ്ഡലത്തിൽ കുറേയധികം വികസന പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ 5 വർഷം നമ്മൾ ചെയ്തിട്ടുണ്ട്. 528 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞെന്നുള്ളതാണ് സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം. അത് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു MLA ആണ്. എന്നിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടൊക്കെ ചോദിച്ച് വാങ്ങി ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ജനങ്ങൾക്കൊക്കെ വളരെ താല്പര്യമുണ്ട്, സന്തോഷമുണ്ട്. വീണ്ടും ഒരു സംശയമില്ല, അവരൊക്കെ വിജയിപ്പിക്കാൻ ആവശ്യമായുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഏർപ്പെട്ടിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ വളരെ കോൺഫിഡൻസോട് കൂടിയിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നതെന്ന് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഭൂരിപക്ഷം വർദ്ധിക്കുമോ? ഒരു സംശയമില്ല, കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഭൂരിപക്ഷം വർദ്ധിക്കും. അത് ഇവിടെ മാത്രമല്ല, കേരളത്തിൽ എല്ലാ സ്ഥലത്തും 110ഓളം മണ്ഡലങ്ങളിൽ UDF വിജയിച്ചു വരുന്നതാണ് ഞങ്ങളുടെ കാൽക്കുലേഷൻ. ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി കുറിച്ച് പറയുകയാണെങ്കിൽ താങ്കളുടെ സഹപ്രവർത്തകനായ ആളായിരുന്നു. താങ്കളോടുള്ള ഒരു വിരോധത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ താങ്കൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ച് അദ്ദേഹം പുറത്തു പോകുന്നു, സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നാമനിർദ്ദേശം നൽകുന്നു, അദ്ദേഹത്തെ ഇടതുമുന്നണി പിന്തുണയ്ക്കുന്നു. എന്തായിരുന്നു പ്രശ്നം? അത് പരിഹരിക്കാൻ പറ്റുന്നതായിരുന്നില്ലേ? അല്ല, അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അദ്ദേഹം എൻ്റെ ഒരു ഫ്രണ്ടാണ്, ഒരു സ്നേഹിതനാണ്. ഇപ്പോഴും ഞാനും അദ്ദേഹവും യാതൊരു തരത്തിലുള്ള തകരാറുകളൊന്നുമില്ല. പക്ഷേ പിന്നെ എന്താണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് പോലും എനിക്കറിയില്ല. മണ്ഡലം കമ്മിറ്റിക്ക് പിന്തുണയില്ലാതെയാണ് താങ്കളുടെ സ്ഥാനാർത്ഥിത്വം അദ്ദേഹം പറഞ്ഞു. മണ്ഡലം കമ്മിറ്റി അതിനുശേഷം വളരെ കൃത്യമായിട്ടൊരു പത്രസമ്മേളനം നടത്തി. ഒരു ആൾ പോലും എനിക്കെതിരെ ഒരു അഭിപ്രായം തന്നെ ചോദിച്ചിട്ടില്ല. പല ആൾക്കാരും മാറുന്നുണ്ട്, അപ്പോൾ ഞാനും മാറുന്നുള്ള രീതിയിലേക്കായിരുന്നു. പക്ഷേ വിജയസാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് വീണ്ടും എന്നോട് മത്സരിക്കാൻ പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം വെല്ലുവിളിയാവും എന്തെങ്കിലും, പ്രത്യേകിച്ച് ലീഗിൽ നിന്ന് പോകുന്ന ആളെന്നുള്ളത് കൊണ്ട്? ലീഗിൽ നിന്ന് പോകുന്ന ഒരാൾ ലീഗിനെതിരെ മത്സരിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ലീഗുകാരെല്ലാം വളരെ ആത്മാർത്ഥമായി ഡബിൾ സ്ട്രോങ്ങോടുകൂടി പ്രവർത്തിക്കും. എന്തായാലും വിജയാശംസകൾ. താങ്ക് യു വെരി മച്ച്. അദ്ദേഹം എന്തായാലും കഴിഞ്ഞ തവണത്തെക്കാട്ടിലും മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ച് നിയമസഭയിലേക്ക് എത്തുമെന്നാണ് പറഞ്ഞു വെക്കുന്നത്. മുഹമ്മദ് അഷ്റഫിനൊപ്പം ഗോകുൽ കെ വേണുഗോപാൽ, 24 മലപ്പുറം. ഇനി ഇടുക്കിയിലേക്കാണ്. മത്സരിക്കാനില്ലെങ്കിലും തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമായിട്ടുണ്ട് ഉടുമ്പൻചോല MLA MM മണി. ഇടുക്കിയിൽ ഉൾപ്പെടെ UDF കൂടുതൽ സീറ്റ് നേടും എന്ന് പറയുന്നത് പട്ടിയുടെ സ്വപ്നം പോലെ എന്നാണ് MM മണിയുടെ പരിഹാസം. ആലപ്പുഴയിൽ G സുധാകരൻ കാണിച്ചത് നേരും നെറിയുമില്ലാത്ത പ്രവൃത്തി. വീണ്ടും മത്സരിക്കാൻ പറ്റാത്തതിൽ തനിക്ക് വിഷമമില്ലെന്നും MM മണി 24 പറഞ്ഞു. തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് നമ്മളും ഇങ്ങനെ മണ്ഡലം ചുറ്റി കറങ്ങി നടക്കുകയാണ്. എവിടെ ചെന്നാലും നമ്മുടെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും ഉണ്ട്. നമ്മൾ നെടുങ്കണ്ടത്തെത്തിയപ്പോൾ ഉടുമ്പൻചോലയുടെ സ്വന്തം മണിയാശാൻ, നിലവിലെ MLA ആണ്, അദ്ദേഹം ഒരു ചായക്കടയിൽ ഇരുന്ന് ഇങ്ങനെ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് വിശേഷങ്ങൾ, തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളൊക്കെ ചോദിച്ചേക്കാം എന്ന് കരുതി. മണിയാശാൻ, എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ഉടുമ്പൻചോലയിൽ? എല്ലാം സജീവമായി നടക്കുന്നു. പൊതുവിലൊരു ട്രെൻഡ് തുടക്കത്തിൽ എങ്ങനെയാണ്? പൊതുവെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു 3ാം ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന കാര്യം ഉറപ്പാണ്. അതിൽ ഇവിടെ നിന്നും ഇടുക്കി ജില്ലയുടേതായ സംഭാവന ഉണ്ടാകുമെന്ന കാര്യത്തിനും ഒരു സംശയവും വേണ്ട. ഇടുക്കി ജില്ലയുടെ സംഭാവന 5 സീറ്റും ജയിപ്പിച്ചു വിടാൻ പറ്റുമെന്നാണ് ഞങ്ങൾ നോക്കുന്നത്. 4 സീറ്റ് ഓൾറെഡി ഇപ്പോൾ ഉണ്ട്. ദേവികുളം, ഉടുമ്പൻചോല, പീരുമേട്, ഇടുക്കി. തൊടുപുഴയുടെ കാര്യവും കൂടെ ഞങ്ങൾ നോക്കും. UDF പറയുന്നുണ്ടല്ലോ അവർക്ക് അനുകൂലമായിട്ടുള്ള ട്രെൻഡാണ്, ഇടുക്കിയിൽ 5-5 അവർക്ക് കിട്ടും എന്നാണ് പറയുന്നത്. അതിപ്പം സ്വപ്നം എങ്ങനെ വേണേലും കാണരുത്. പട്ടി സ്വപ്നം കാണുക, പട്ടി ഇങ്ങനെ സ്വപ്നം കണ്ടിട്ട് കുരയ്ക്കുക, ഇല്ല എന്ന് പറഞ്ഞാലും എന്തെല്ലാം പണിയുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഉടുമ്പൻചോലയിൽ വന്നു. അപ്പോൾ ഇവിടുത്തെ UDF സ്ഥാനാർത്ഥിനെ കണ്ടു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു മണിയാശാനെ പറ്റി എന്താണ് അഭിപ്രായം, ഞങ്ങൾ ചുമ്മാ എന്ന് ചോദിച്ചു. അപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിലെ വലിയ കാര്യങ്ങളോ കുറ്റോ കുറവോ ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് MM മണി നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിരിക്കും ഇനി അങ്ങോട്ട് അദ്ദേഹം ചെയ്യാൻ പോകുന്നതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് വന്നതുകൊണ്ട് ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഒരു 1000 കോടിയുടെ പ്രവർത്തനത്തിലും ഈ ജില്ലയുമായി ബന്ധപ്പെട്ട് നടന്നു. ഈ ജില്ലയെ മാത്രമല്ല, ജില്ലയിലെ മറ്റ് മണ്ഡലത്തിലേക്കും കൂടിയാണ് നടന്നിരിക്കുന്നത്. കേൾക്കുമ്പോൾ ആശാൻ ഒരു കുത്തിത്തിരിപ്പ് ചോദ്യം എന്ന് തോന്നുന്ന വിധത്തിലൊരു ചോദ്യം കൂടി ഞാൻ ചോദിക്കുകയാണ്. അതായത് ഇത്തവണ മത്സരിക്കാതിരുന്നതിൽ വിഷമമുണ്ടോ? എനിക്ക് വിഷമമൊന്നുമില്ല.
അതായത് മണിയാശാൻ തന്നെ ഇവിടെ മത്സരിക്കണം എന്നുള്ളതായിരുന്നു ഭൂരിഭാഗം ആളുകളും പരസ്യ പ്രസ്താവനയിലൂടെ നടത്തിയത്. മണ്ഡലത്തിലെ വോട്ടർമാർ കേട്ടോ അതവർ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു നീരസം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അത് അവരുടെ ഒരു അഭിപ്രായമാണ്. എനിക്ക് 10 വർഷം MLA ആയി, അതിൽ 5 വർഷം മന്ത്രിയാക്കി ഈ പാർട്ടി. എനിക്ക് ചെയ്യാവുന്ന സാധനങ്ങളെല്ലാം തന്നു. ഇത് കവിഞ്ഞ് ഈ പാർട്ടിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതും ചെറിയ വിദ്യാഭ്യാസമുള്ള 5ാം ക്ലാസ് പഠിച്ച ഞാൻ, എൻ്റെ ഈ അറിവെല്ലാം ഞാൻ വായിച്ചും പഠിച്ചും പാർട്ടി എന്നെ പഠിപ്പിച്ചതുമാണ്. ഒരു തവണ കൂടെ അവസരം കിട്ടിയായിരുന്നു കൊള്ളായിരുന്നല്ലേ? ഓ അങ്ങനൊന്നുമില്ല, അങ്ങനെ ആഗ്രഹമില്ല. നിങ്ങൾ പറയുന്ന ഒരാഗ്രഹമില്ല, കിട്ടിയത് വളരെ സന്തോഷം. അങ്ങയുടെ കൂടെ അന്ന് ആ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ജി സുധാകരൻ ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി അമ്പലപ്പുഴയിൽ മത്സരിക്കുകയാണ്. ഇപ്പൊ ഈ ജി സുധാകരൻ പോയ സമയത്ത് ഒരു പ്രചരണം ഉണ്ടായിരുന്നു, മണിയാശാന് സീറ്റ് കിട്ടാത്തോണ്ട് പോകുമോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. ജി സുധാകരനല്ലല്ലോ ഞാനാണ്. എന്നാലും ജി സുധാകരൻ ചെയ്തതൊന്നും ശരിയായില്ലെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം അയാളുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പറെ, ആലപ്പുഴ ജില്ലാ സെക്രട്ടറി, സംസ്ഥാനത്തെ PWD വകുപ്പിന് മന്ത്രി, 2 പ്രാവശ്യം മന്ത്രി, ഇതെല്ലാം ആയിക്കഴിഞ്ഞ് നേരും നിറയുള്ളവരാണ് ഈ വൃത്തികേട് കാണിക്കാൻ പാടില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് ചില പ്രചരണങ്ങളുണ്ടായിരുന്നു ചില ആളുകൾ. അതൊക്കെ എന്നെ ഒഴിവാക്കാൻ വേണ്ടി നടത്തുന്ന പ്രചരണമാണ്. ഞാൻ അങ്ങനെ നിൽക്കുകയാണ്, തോപ്പിക്കാൻ വേണ്ടിയുള്ള പണി അതിൻ്റെ ഭാഗമായി. എനിക്ക് ഒരു ആരോഗ്യ പ്രശ്നവുമില്ല. അതുകൊണ്ട് ഞാൻ ഇനി സജീവമായി നിൽക്കും. അതുകൊണ്ട് എനിക്ക് പ്രായമായി എന്നൊക്കെ പറയുന്ന പൂനായി പോയി പറഞ്ഞാൽ മതി, MMN അടുത്ത് പറയണ്ട. എന്തായാലും മണിയാശാൻ ഊർജ്ജസ്വലനായിട്ട് തന്നെ പ്രചരണ രംഗത്തും LDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിനും വേണ്ടി മുൻപിൽ തന്നെയുണ്ട്. ചായ കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇതിനുശേഷം വീണ്ടും അടുത്ത പാർട്ടി പരിപാടികളിലേക്ക് മണിയാശാൻ സജീവമാവുകയും ചെയ്യും. എന്തായാലും LDFന്റെ വിജയം അതാണ് ലക്ഷ്യം എന്നുള്ളതാണ് MM മണി 24നോട് പറഞ്ഞിരിക്കുന്നത്. സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. കേരളത്തിലെ CPIM-ന് മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി മേജർ രവി. ജി സുധാകരനെ പോലുള്ള നേതാവിനെ പോലും മുഖ്യമന്ത്രി ചെറ്റ എന്ന് വിളിച്ചിരിക്കുകയാണ്. ഡോക്ടർ TM തോമസ് ഐസക്കിന്റെ കോമാളി പരിഹാസത്തിൽ പൂർണ്ണമായും പിഷാരടിക്കൊപ്പമെന്നും മേജർ രവി 24നോട് പറഞ്ഞു. ഒറ്റപ്പാലം നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥിയും നടനും സംവിധായകനുമൊക്കെയായ മേജർ രവിയാണ് നമ്മോടൊപ്പം ഉള്ളത്. ഇപ്പോൾ പ്രചാരണത്തിന്റെ 2ാം ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ എത്രത്തോളം ഉണ്ട് ഈ മണ്ഡലത്തിലെ ആത്മവിശ്വാസം, പ്രതീക്ഷകളൊക്കെ? ഇവിടെ നമ്മൾ വർക്ക് ചെയ്താൽ ജയിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉള്ളൊരു മണ്ഡലമാണത്. അപ്പോൾ നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള എല്ലാ സ്ട്രാറ്റജികളും വർക്കൗട്ട് ചെയ്ത് പ്രവർത്തനം നടക്കുന്നുണ്ട്. പിന്നെ ജനങ്ങളുടെ ഒരു പോസിറ്റീവ് റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരിൽ കാണാനുണ്ട്. മടുത്തു, നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യത്തോടു കൂടിയാണ് നമ്മളടുത്ത് നോക്കുന്നത്. അത് കാണുന്ന സമയത്താണ് നമുക്കറിയുന്നത് യെസ്, പീപ്പിൾ ആർ റെഡി ടു ഹാവ് എ ചേഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സ്കോപ്പ് അവിടെ കിടക്കുന്നു. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് രംഗത്ത് അങ്ങ് ഒരു കന്യംഗത്തിലാണ്, ഫസ്റ്റ് ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആശങ്കകളോ അല്ലോ മറ്റോ വല്ലതും ഉണ്ടോ? ഇറ്റ്സ് എ ബാറ്റിൽ, ഇതൊരു യുദ്ധമാണത്. തിരഞ്ഞെടുപ്പെന്ന് പറയുന്നത് അത് വെർബൽ ബാറ്റിൽ, അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ബാറ്റിൽ, ഈ മറ്റാളെ ഡീമോറലൈസ് ചെയ്യുന്ന ബാറ്റിൽ, ഇതെല്ലാം ഒരു യുദ്ധം തന്നെയാണത്. ആ യുദ്ധത്തിനകത്ത് ജനറലി എനിക്ക് അങ്ങനൊരു ആശങ്കയൊന്നുമില്ല. പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് പൊളിറ്റിക്കലി ചില സംഭവങ്ങൾ അണത്തിക്കൽ എന്നുള്ളത് ഐ എം നോട്ട് യൂസ് ടു ഇറ്റ്, നമുക്കത് പരിചയമില്ല. പക്ഷെ ചിലപ്പോൾ നമ്മൾ കാണുന്നത് ഇതാണ് പൊളിറ്റിക്സ് അല്ലേ. പക്ഷെ അവിടെയും ഞാൻ ഒന്ന് പറയുന്നുണ്ട്, ഞാൻ നുണ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വാഗ്ദാനങ്ങൾ മാത്രമാണ് ഞാൻ ജനങ്ങൾക്ക് പറയുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവർ എന്ത് ചെയ്തു, അവരെന്ത് തെറ്റ് ചെയ്തു, എത്ര കട്ടു, എത്ര മുക്കി, എന്താണ് സ്വജനപക്ഷപാതം എന്നല്ല, ഇതൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. എന്നെക്കൊണ്ട് എൻ്റെ ഐഡിയാസ് എന്താണ്, വെള്ളത്തിൻ്റെ പ്രശ്നം, കുട്ടികളുടെ കളിസ്ഥലങ്ങൾ, അതുപോലെ തന്നെ ടൂറിസം ഡെവലപ്മെൻറ്റ്, ഇതൊക്കെ സ്കോപ്പുള്ളൊരു സ്ഥലമാണ് ഇവിടെ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഡെഫിനറ്റായിട്ടും ഡെവലപ്മെൻറ്റിനെ കുറിച്ച് സംസാരിക്കാം. അത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും. റെയിൽവേയുടെ കാര്യം പറഞ്ഞാൽ എനിക്ക് ട്രെയിൻ ഇപ്പോൾ പറ്റും, കാരണം എൻ്റെ പാർട്ടിയുടെ ആണ് സെൻട്രൽ ഭരിക്കുന്നത്. അപ്പോൾ ആ ഇൻഫ്ലുവൻസ് എനിക്ക് എടുക്കാൻ പറ്റും. തികഞ്ഞ ആത്മവിശ്വാസത്തിലും അതുപോലെ തന്നെ ഒറ്റപ്പാലം മണ്ഡലത്തിൽ ഒരു മാറ്റമുണ്ടാകുമെന്ന് തന്നെയാണ് മേജർ രവിയും അതുപോലെ തന്നെ NDA ക്യാമ്പും നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ഷാരിഖ് നവാസ്, 24 പാലക്കാട്. വാശിയേറിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന പാലക്കാട് തൃത്താലയിൽ ചൂടുപിടിച്ച വികസന സംവാദം. തൃത്താലയിലെ വികസനം നടന്നിട്ടില്ലെന്ന് UDF സ്ഥാനാർത്ഥി VT ബൽറാം. തുറന്ന സംവാദത്തിന് വെല്ലുവിളിയുമായി മന്ത്രിയും LDF സ്ഥാനാർത്ഥിയുമായ MB രാജേഷ്. തൃത്താല മണ്ഡലത്തിലെ വികസനത്തെ ചൊല്ലി LDF സ്ഥാനാർത്ഥി MB രാജേഷും UDF സ്ഥാനാർത്ഥി VT ബൽറാമും തമ്മിൽ വാക്പോര് മുറുകുന്നു.
തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഔദ്യോഗിക ക്ഷണമായി കണക്കാക്കി വികസന സംവാദത്തിന് വരാൻ MP രാജേഷ് വെല്ലുവിളിച്ചു. പ്രോഗ്രസ് റിപ്പോർട്ടുകൾ താരതമ്യം ചെയ്യാൻ താൻ തയ്യാറാണെന്നും നഴ്സിംഗ് കോളേജ് ഉൾപ്പെടെയുള്ള വികസനങ്ങൾ LDF സർക്കാരിന്റെ ബോണസ് ആണെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ 10 വർഷത്തെയും എന്റെ 5 വർഷത്തെയും പ്രോഗ്രസ് റിപ്പോർട്ടുകൾ മുൻനിർത്തി നേരിട്ടുള്ള പരസ്യമായ ഒരു സംവാദത്തിനാണ് ഞാൻ അദ്ദേഹത്തെ വിനീതമായി ക്ഷണിച്ചത്. അദ്ദേഹം ആ ക്ഷണം സ്വീകരിക്കും എന്ന് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു. തൃത്താല മണ്ഡലത്തിൽ ഒരു വികസനവും നടപ്പാക്കിയിട്ടില്ലെന്നാണ് UDF സ്ഥാനാർത്ഥിയായ VT ബൽറാമിന്റെ വാദം. MP രാജേഷ് ക്ഷണിച്ച വെല്ലുവിളി ഏറ്റെടുക്കുന്നുവെന്ന് വ്യക്തമാക്കിയ VT ബൽറാം സംവാദം ആദ്യം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലാകട്ടെ എന്ന് മറുപടി നൽകി. ഇതേതായാലും തൃത്താലയിൽ മാത്രം നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പൊന്നുമല്ലല്ലോ, കേരളം മുഴുവൻ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണല്ലോ. ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആദ്യത്തെ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വികസന സംവാദങ്ങൾ ആദ്യം കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും നടത്തി അവിടെ നിന്ന് തുടങ്ങട്ടെ. ഇതോടെ തൃത്താലയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം വികസന സംവാദങ്ങളാൽ ചൂടുപിടിച്ചിരിക്കുകയാണ്. 24 പാലക്കാട്. എല്ലാ കാലവും നാദാപുരം ഇടതുപക്ഷത്തിനൊപ്പമാണെന്ന് നാദാപുരത്തെ LDF സ്ഥാനാർത്ഥി P. വസന്തം. നാദാപുരത്തെ ജനങ്ങൾ പൂർണ്ണമായി ഇടതുപക്ഷം അല്ലെങ്കിലും ഇടതുപക്ഷത്തെ ഇഷ്ടപ്പെടുന്നവരാണെന്നാണ് വസന്തത്തിന്റെ പ്രതികരണം. എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പിൽ UDF വിജയപ്രതീക്ഷ വെക്കാറുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അത് LDFന് അനുകൂലമായിരിക്കുമെന്നും P. വസന്തം 24നോട് പറഞ്ഞു. നാദാപുരം മണ്ഡലം LDF സ്ഥാനാർത്ഥി P. വസന്തമാണ് നമ്മളോടൊപ്പം ഉള്ളത്. CPIയുടെ സ്ഥാനാർത്ഥിയാണ്. അതേപോലെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമാണ്. കേരള മഹിളാ സംഘം പ്രസിഡന്റാണ്. ഇപ്പോൾ മറ്റൊരു ഉത്തരവാദിത്വം കൂടി പാർട്ടി ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്ന് തോന്നുന്നു? വളരെ സന്തോഷം തോന്നുന്നു. ഈ കാലഘട്ടത്തിനിടയിൽ പാർട്ടി ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും സന്തോഷത്തോടു കൂടിയും ആത്മാർത്ഥതയോടു കൂടിയാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ജനങ്ങളെ സേവിക്കൽ എല്ലാ കാലത്തും ചെയ്തിട്ടുള്ളതാണ്. അവരുടെ ഇടയിൽ പ്രവർത്തിച്ചിട്ടുള്ള പരിചയം നന്നായിട്ടുണ്ട്. അതിലുപരിയായി ഇനിയൊരു ജനപ്രതിനിധി എന്നുള്ള രീതിയിലുള്ള ഉത്തരവാദിത്വം വളരെ നന്നായിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. നാദാപുരം മണ്ഡലത്തിൽ LDF ജനങ്ങൾക്ക് മുമ്പിലേക്ക് വെക്കുന്ന പ്രധാന വിഷയങ്ങൾ എന്തൊക്കെയാണ്? പ്രധാന വിഷയങ്ങൾ ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിലുള്ള വികസന പ്രവർത്തനങ്ങൾ. അതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾക്ക് അനുഭവഭേദ്യമാണ് ഇവിടെ നടന്നിട്ടുള്ള നാദാപുരം മണ്ഡലത്തിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ. അതോടൊപ്പം തന്നെ ഭാവിയിൽ കുറേ പദ്ധതികൾ തന്നെ നമ്മൾ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സഖാവ് വിജയൻ്റെ 2500 കോടിയുടെ വികസനങ്ങളാണ് ഈ കൊച്ചു നാദാപുരത്ത് നടന്നിട്ടുള്ളത്. ആ വികസന പ്രവർത്തനങ്ങൾ കുറേയേറെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള മുന്നോട്ട് പോക്കും തീർച്ചയായിട്ടും ഉണ്ടാവും. ഇടതിൻ്റെ കോട്ടയാണ് പൊതുവെ നാദാപുരം. എങ്കിലും ഇത്തവണ UDF വലിയ പ്രതീക്ഷ നാദാപുരത്ത് വെക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ 4000-ൽ പരം വോട്ടുകൾക്കാണ് മണ്ഡലം നഷ്ടമായത്. അതെങ്ങനെ കാണുന്നു? എല്ലാ കാലവും നാദാപുരം ഇടതുപക്ഷത്തിൻ്റെ കൂടെ തന്നെയാണ്. നാദാപുരത്തെ ജനങ്ങൾ പൂർണ്ണമായിട്ട് ഇടതുപക്ഷമല്ലെങ്കിലും നാദാപുരത്തിൻ്റെ ജനങ്ങൾ ഇടതുപക്ഷത്തെയാണ് ഇഷ്ടപ്പെടുന്നത്. എല്ലാ കാലവും തിരഞ്ഞെടുപ്പ് കാലത്ത് UDF പ്രതീക്ഷയോടുകൂടി തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ വരാറുള്ളത്. പക്ഷേ പ്രായോഗികമായിട്ട് തെരഞ്ഞെടുപ്പ് ഫലം ഇടതുപക്ഷത്തിനൊപ്പമാണ് എന്നുള്ളതാണ് വസ്തുത. കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം വർദ്ധിക്കും? തീർച്ചയായിട്ടും നല്ല ഭൂരിപക്ഷം ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തിൽ നാദാപുരത്ത് LDF തന്നെ വിജയിക്കുമെന്നാണ് P. വസന്തം പറയുന്നത്. ക്യാമറാമാൻ ജയൻ കല്ലാശ്ശേരിക്കൊപ്പം വർഷ ഗിരീഷ്, 24 കോഴിക്കോട്. ന്യൂസ് ബ്രേക്സിന് സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്.